ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് മൊബൈൽ ഷോപ്പിലുള്ളത് അതെ കാണില്ലേ, ഞാൻ എന്നെ കാണിച്ചത്. അപ്പോളേ ഞമ്മക്ക് ഭയങ്കര സന്തോഷത്തിൽ വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ പെരിന്തൽമണ്ണ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ പ്രിയപ്പെട്ട ഷാനു നമുക്ക് 500 അയച്ച് ക്യാഷ് അയച്ചു തന്നു. പക്ഷേ അതിന് ഉള്ളത് അയച്ചു തന്നു കേട്ടോ. അവനെ വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല, ഹോസ്പിറ്റലിൽ പോയിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതുകൊണ്ടിപ്പോൾ എനിക്ക് പോകാൻ ഓൻ്റെ കയ്യിൽ സേവ് ആയതുകൊണ്ട് 500 മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ആവും. പക്ഷെ അങ്ങനെയുള്ളൊരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ് നമ്മൾ ഷാനു. എത്രയും നമ്മൾ സഹായിക്കാൻ വേറെ ആരും ഉണ്ടായില്ല, അവൻ തന്നെ ഉണ്ടായുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒക്കെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. അപ്പം നമ്മളെ കുഞ്ഞനിയനും കൂടെയാണ്, എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന മാജിത ഒരായി പറഞ്ഞെടുക്കും. ഓലെ ഒരുപാട് ഇഷ്ടമായി എന്ന് വെച്ചാൽ എന്താണ്, അവളെ വീഡിയോ അല്ല, അവൾ നമ്മളെ പാട്ടിൻ്റെ ഷാനുൻ്റെ പാട്ട് ഒരു എയറോപ്ലെയിനിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മാജിദ, ഒരുപാട് നന്ദി കേട്ടോ ഞങ്ങളെ ഫോട്ടോ എഡിറ്റ് ചെയ്യണത്. ഇനിയും ഇവിടെ നിന്നാണ്ട് തുടർന്ന് എഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയുക. എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളും ഒക്കെ കേട്ടോ. നിൻ്റെ പിന്നെ എല്ലാ വീഡിയോസും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് നല്ലതേ വരുള്ളൂ കേട്ടോ. ഒരുപാട് ഇഷ്ടമായി അത്. ഇപ്പം നമ്മൾ പ്ലെയിൻ കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലെയിൻ കയറാനുള്ള ആഗ്രഹം ഈ സാധിച്ചില്ലേ. പക്ഷേ ഞങ്ങളെ ഫോട്ടോ വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് വോയിസ് വെച്ചിട്ടും ഞാനും പിന്നെ ഷാനും അവൻ്റെ ഫോട്ടോ കൂടെ ആ പ്ലെയിനിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോകണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. താങ്ക് യു മാജിദ. എൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല. മാജിദ എന്ന് പറഞ്ഞു, എൻ്റെ ചങ്കാണ്, കട്ട ഫാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഷാനു പറഞ്ഞതാട്ടോ, എനിക്കറിയില്ല. മാജിദ പറഞ്ഞ കുട്ടീനെ ഞാൻ എന്നാൽ ഇത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മാജിദ മോൾക്ക് ആശംസിക്കുന്നു സെലൂക്കിഷൻ വളപുരം 1000 ആശംസ നേരുന്നു. എഡിറ്ററായിട്ട് ഇനി കൂടുതൽ കാലം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഒരു പാട്ട് പാടിയാലോ? എന്ത് പാട്ട് പാടുക? പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിലേക്ക്, ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ, ഇന്നാണ് നീലമ്പത്ത്, ഇന്നാണ് നീലമ്പത്ത്. പാവാട എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം മക്കളെ. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിലേക്ക്, ഇക്കാൻ്റെ കരളെ ഇമ്മാൻ്റെ പൊരുളെ, ഇന്നാണ് നീലമ്പത്ത്, ഇന്നാണ് നീലമ്മക്കീണം. അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടോ. പിന്നെ നമ്മൾ കുറേ പാട്ടുകൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ പാടിച്ചിട്ടുണ്ട്, പാടാൻ ആഗ്രഹിച്ചതും ഉണ്ട്. അപ്പോൾ അടുത്ത പാട്ട് എന്താ പാടുന്നേക്കാം. അപ്പോൾ എനിക്ക് 10 മണി ആയിരിക്കുകയാണ്, ചായ കുടിക്കേണ്ടി വരും. വയറിൽ കിടന്ന് ഉരുളുന്നുണ്ട്, ചായ വിശക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ മക്കളെ. കറക്റ്റ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട്. 11 മണിയായി, 2 ദോശയെങ്കിലും കഴിക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ 10 മണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അല്ലെങ്കിൽ വേറെ വിഷമം ഒരുപാട് സുഖമല്ല. വെയിലായതുകൊണ്ട് തന്നെ ഓറഞ്ച് ജ്യൂസോ ലൈമോ. നമ്മൾ മൊബൈൽ ഷോപ്പിൽ നിന്നൊക്കെ പോകുന്നു നമ്മളെ സ്ഥലത്ത്. വേറെ വിശേഷങ്ങൾ. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല വീട്ടിലും
കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഇത് ഞങ്ങളെ പഞ്ചായത്ത്. നല്ല വെയിലാണ്. നമുക്ക് രാമന്തോൾ കൂടെ കെയർ ബേക്കറിക്ക് ചായ വിലവരെ കുടിക്കാൻ പോകട്ടെ. എല്ലാവരും സുഖമായിരിക്കും. അപ്പം അനാർ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നാൽ മക്കളെ. എന്തായാലും കഴിക്കണം, അല്ലാതെ ശരിയാവില്ലേ. ഭയങ്കര രാമന്തോൾ കെയർ ബേക്കറിയിലാണ് നമ്മളുള്ളത്. അനാർ ജ്യൂസ് അവർക്ക് ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പൈസ യൂസ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു മക്കളെ. ബേക്കറിയിൽ നിന്ന് പോകുന്നു, ചായ വെള്ളം റോട്ടിലൂടെ അങ്ങനെ നടക്കുന്നു. സ്റ്റേഷനിൽ നിൽക്കുന്നു, വണ്ടികളങ്ങനെ പോകുന്നുണ്ട്. വേറെ വെള്ള വെയിലാണ്. സാധനങ്ങൾ ഒരുപാട് വാങ്ങി റോട്ടിലൂടെ അങ്ങനെ നടന്നു പോവാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ആ ആരാധകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വെയിലാണ് കേട്ടോ, സൂപ്പർ വെയിലാണ്. അനാർ ജ്യൂസ് കുടിച്ച് ജ്യൂസ് കുടിച്ചതും ഒന്നും ഇപ്പം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അമ്മാതിരി ചൂട് കാരണം. എന്നുവെച്ചാൽ ചില ഇളം കാറ്റും തണുപ്പും കുളിരൊക്കെ ഉണ്ട്. എന്നാലും ഒരു സന്തോഷമുണ്ട് അല്ലേ. എല്ലാവർക്കും പണിയില്ലല്ലേ. നമ്മൾ വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ എന്താ വർക്ക് നമ്മളും പോയി നോക്കട്ടെ. ക്യാഷ് നോക്കി മനസ്സിലാക്കി എടുത്തോക്കെ. കണ്ണട മക്കളെ എപ്പോഴും കണ്ണട വെക്കില്ല. വെയിലിൻ്റെ ടാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണട മാക്സിമം വെക്കില്ല. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ, വീടും കാര്യങ്ങളും. അപ്പം നമ്മൾ അവിടെ മുറിഞ്ഞടക്കാനുള്ള ഒരു ക്യാബിലാണ് പോകുന്നത്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ലല്ലോ.